റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് ഫെബ്രുവരി 13, ലോക റേഡിയോ ദിനം. റേഡിയോ ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും കൊച്ചുകൂട്ടുകാരുടെ പരിപാടികളുമായി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് റേഡിയോ ദിനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടേ? 4ാം ക്ലാസ്സിലെ ആത്മിക റേഡിയോ ദിനത്തെക്കുറിച്ച് പറയുന്നു. 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നു. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് അംഗരാജ്യങ്ങൾ റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 1923 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത്. അന്നേ വരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലാത്ത ശ്രവ്യമാധ്യമത്തിൻ്റെ ഇത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു സംഘടനയാണ്. പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1957 ഔദ്യോഗിക നാമം ആകാശവാണി എന്നാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയാണ് ആകാശവാണി. കൂട്ടുകാരൻ്റെ കഥ കേട്ടാലോ? LKGയിലെ ദേവനാരായൺ കഥ പറയാനായി നമുക്കൊപ്പമുണ്ട്. കൂട്ടുകാരെ, ഞാൻ പറയാൻ പോകുന്ന കഥ ബ്രൂസ് രാജാവും ചിലന്തിയും. പണ്ട് സ്കോട്ട്ലൻഡ് ഭരിച്ചിരുന്നത് റോബർട്ട് ബ്രൂസ് എന്നൊരു രാജാവാണ്. ഇംഗ്ലണ്ടുകാർ അദ്ദേഹത്തിൻ്റെ രാജ്യം പിടിച്ചടക്കി. ബ്രൂസ് ഒരു ഗുഹയിൽ ഓടിയൊളിച്ചു. ഗുഹയിൽ ഒരു ചിലന്തി വല കെട്ടുന്നത് നോക്കി ബ്രൂസ് അവിടെ ഇരുന്നു. എന്നാൽ വലക്കെട്ടി തീരാറായപ്പോൾ ഒരു കാറ്റ് വന്ന് വലയെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. ചിലന്തി വീണ്ടും വലക്കെട്ടി. കാറ്റ് വന്ന് പിന്നെയും വല പൊട്ടിച്ചു. അങ്ങനെ 7 തവണ സംഭവിച്ചു. പക്ഷേ ചിലന്തി നിരാശപ്പെട്ടില്ല. ചിലന്തിക്ക് ദേഷ്യം വന്നില്ല. അവൻ കഴിഞ്ഞുമില്ല. ചിലന്തി വീണ്ടും വല കെട്ടി. പിന്നെ കാറ്റ് വീശിയില്ല, വല പൊട്ടിയുമില്ല. ചിലന്തി കാറ്റിനെ തോൽപ്പിച്ചു. ചിലന്തിയുടെ വിജയം നോക്കിക്കണ്ട റോബർട്ട് ബ്രൂസിന് തൻ്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് ലജ്ജ തോന്നി. അദ്ദേഹം ഒരു പുതിയ അവസരത്തോടെ എഴുന്നേറ്റു. കുറേ ഭടന്മാരെ സംഘടിപ്പിച്ച് വീണ്ടും ഇംഗ്ലണ്ടുകാരോട് യുദ്ധം ചെയ്തു. ഇത്തവണ ഇംഗ്ലണ്ടുകാർ തോറ്റു പിൻവാങ്ങി. ബ്രൂസിന് രാജ്യം തിരിച്ചു കിട്ടി. ബ്രൂസ് വളരെ കാലം സ്കോട്ട്ലൻഡ് ഭരിച്ചു. പരിശ്രമിക്കൂ, വീണ്ടും വീണ്ടും പരിശ്രമിക്കൂ, നിങ്ങൾ വിജയിക്കും. ചിലന്തി പഠിപ്പിച്ച ആ പാഠം ബ്രൂസ് രാജാവ് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. ശ്രമിച്ച വിജയം നമുക്ക്. ഇന്ന് റേഡിയോ ദിനം മാത്രമല്ല, ONV കുറുപ്പിൻ്റെ ഓർമ്മദിനം കൂടിയാണ്. കവി ONV കുറുപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയേണ്ടേ? അതിനായി 4ാം ക്ലാസ്സിലെ കൃഷ്ണാഞ്ജലി ഇവിടെ എത്തിയിട്ടുണ്ട്. ONV കുറുപ്പിനെ കുറിച്ച് പറയാനുള്ളത് കേൾക്കാം. മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ONV കുറുപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് പൂർണ്ണനാമം. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ 1931 മെയ് 7 ജനനം. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ONV വഹിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിരവധി കവിതകളും സിനിമാ ഗാനങ്ങളും നാടകഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു. കവി ഇപ്പോൾ നമുക്കൊപ്പം ഇല്ലെങ്കിലും ONVയുടെ കവിതകൾ മരണമില്ലാതെ നമുക്കൊപ്പം ഇപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാടിപ്പാടി മനുഷ്യരുടെ ചിന്താഗതികളെ മാറ്റിയ കവിയാണ് ONV കുറുപ്പ്. പ്രിയ കവിയുടെ പാട്ടുകളും കവിതകളും ഇന്ന് മലയാളത്തിനൊപ്പം ഉണ്ട്. കവിത മാത്രമല്ല, നിരവധി സിനിമാ ഗാനങ്ങളും ONV രചിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ അനശ്വര NM ONVയുടെ നീരാടുവാൻ എന്ന സിനിമാ ഗാനം പാടുന്നത് കേൾക്കാം. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ
നിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ പുളിനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ പുളിനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു പൂമ്പുടവത്തുമ്പിലെ കസവെടുത്തു പൂക്കൈത കന്യകമാർ മുടിയിൽ വച്ചു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നമുക്കൊരു കവിത കേട്ടാലോ? UKG ബിയിലെ വാമിക ലഗേഷ് ONVയുടെ കുഞ്ഞേടത്തി എന്ന കവിതയുമായി നമ്മൾക്കൊപ്പം. നമസ്കാരം. പ്രശസ്ത കവി ONV കുറുപ്പിന്റെ കുഞ്ഞേടത്തി എന്ന കവിതയാണ് ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലുന്നത്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്ത് പൊട്ടും ഈറൻ മുടിയിലെ എള്ളെണ്ണ മണം ചില നേരമോ തുമ്പത്തൊരു പൂവും. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്ത് പൊട്ടും ഈറൻ മുടിയിലെ എള്ളെണ്ണ മണം ചില നേരമോ തുമ്പത്തൊരു പൂവും. കയ്യിലൊരച്ച കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനരെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കയ്യിലൊരച്ച കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനരെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം. ഉണ്ണിക്കെന്തിനു മെതിഞ്ഞും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ, ഉണ്ണിക്കെന്തിനു മെതിഞ്ഞും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ. കണ്ണിൽ കണ്ടതും കത്തിരിക്കായി മിതെന്താണ് ഉണ്ണി ചോദിക്കും, കണ്ണിൽ കണ്ടതും കത്തിരിക്കായി മിതെന്താണ് ഉണ്ണി ചോദിക്കും. കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമാഹ്ലാദം, കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമാഹ്ലാദം. ഒരു നാടകഗാനം കേട്ടാലോ? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടുന്നത് 1ാം ക്ലാസ്സിലെ കൃതിക. നമസ്കാരം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ONV എഴുതിയ മനോഹരമായ ഒരു നാടകഗാനമാണ്. പൊന്നരിവാളമ്പിളിയിലെ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ, പൊന്നരിവാളമ്പിളിയിലെ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പുൽക്കുടിലിൻ പൊൽക്കതിരാം കൊച്ചുറാണിയാളെ കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരുന്നേരം
എന്തിനാണ് നിൻ കരള് നൊന്തു പോണൻ കള്ളി എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ പൊരാടുമൻ കരങ്ങൾ ഒത്തുനിന്നീ പൂനിലാവ് നെൽക്കതിരും കൊയ്യാൻ തോളോടു തോളൊത്തു ചേർന്ന് വാളുയർത്താൻ തന്നെ പോരുമോ നീ നേരു നേടും പോരിൽ എൻ കരളെ പൊൽക്കുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ പൊന്നരിവാളം വിളിയിലെ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ താങ്ക് യു. റേഡിയോയിലൂടെ നിങ്ങൾ പാട്ടും കവിതകളും മാത്രമല്ല കേൾക്കുക, പ്രാദേശിക വാർത്ത, യുവവാണി, കൃഷിഭൂമി, കുട്ടികളുടെ പരിപാടി എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ റേഡിയോയിലൂടെ കേൾക്കാം. നമുക്കൊരു ചിന്തുപാട്ട് കേട്ടാലോ? ചിന്തുപാട്ട് പാടുന്നതിന് UKGയിലെ ചാരുഷി NV ക്ഷണിക്കുന്നു. വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് പുള്ളി മണ്ണിരി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് കണ്ണി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ മനസ്സിൽ മോഹം തോന്നുന്നേ കണ്ണി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ മനസ്സിൽ മോഹം തോന്നുന്നേ അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വേടാ കാട്ടിലെ മലവേട നിന്നുടെ പത്നിയാവാനോ കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വേടാ കാട്ടിലെ മലവേട നിന്നുടെ പത്നിയാവാനോ കാട്ടുരാജന്റെ പുത്രിയാണെങ്കിൽ കാട്ടുപെണ്ണല്ലേ കൂട്ടിരിക്കുവാൻ തോഴിയായി കൂടെ പോരാമോ കാട്ടുരാജന്റെ പുത്രിയാണെങ്കിൽ കാട്ടുപെണ്ണല്ലേ കൂട്ടിരിക്കുവാൻ തോഴിയായി കൂടെ പോരാമോ മണ്ണിരി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് പുള്ളി മണ്ണിരി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. റേഡിയോ യുഗം ഒരു സാംസ്കാരിക കൂട്ടായ്മ സാക്ഷ്യം വഹിച്ചിരുന്നു. പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ വീട്ടിൽ മാത്രമേ റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയോ പരിപാടി കേൾക്കാൻ അകലെ നിന്ന് പോലും ആളുകൾ വരാറുണ്ടായിരുന്നു. സ്വകാര്യ ചാനലിൻ്റെ വരവോടുകൂടി ജനങ്ങൾ റേഡിയോയിൽ നിന്ന് അകലാൻ തുടങ്ങി. നമുക്കൊരു നാടിൻ്റെ സംസ്കാരവും ജീവിത രീതിയും നാടൻ പാട്ടിലൂടെ അറിയാൻ കഴിയും. 3ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ നാടൻ പാട്ട് കേട്ടാലോ? പാടുന്നത് നവോമി, അശ്വതി ലക്ഷ്മി, ജുവൽ മരിയ, ഭദ്ര, ആദ്യരഘു. ചന്തം ഏലുണ്ടോടി താമരച്ചന്തം ഏലുണ്ടോടി മാരിവിൽ ചന്തം
കമ്മലിട്ടോ പൊട്ടു തൊട്ടോ എനിക്കൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാരപ്പൂങ്കുയിലേ. കാവളം കിളി കാതില് ചൊല്ലാണ് കണ്ണിലിത്തിരി കൺമഷി വേണ്ടേന്ന്. കുമ്പിളിപ്പൂമണവുമായെത്താണ് കാറ്റുമൂളാണ് കരിവാള വേണ്ടേന്ന്. എന്തിനാവോ ഏതിനാവോ എനിക്കൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാരപ്പൂങ്കുയിലേ. ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം. ഇന്നത്തെ നമ്മുടെ KGM റേഡിയോ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.